ക്രിക്കറ്റ് ലോകം ഇനി കാത്തിരിക്കുന്നത് T20 പൂരത്തിനാണ്. ഈ മാസം 7-ന് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി കുട്ടി ക്രിക്കറ്റിന്റെ മാമാങ്കത്തിന് തുടക്കമാവുകയാണ്. സൂര്യകുമാർ യാദവിന് കീഴിൽ ഇന്ത്യ ഫേവറേറ്റുകളായി എത്തുമ്പോൾ ആരാധകരുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസണിന്റെ ഫോമാണ്. റെക്കോർഡുകൾ ഒരുപാടുണ്ടെങ്കിലും സ്ഥിരതയില്ലായ്മ സഞ്ജുവിന് വില്ലനാവുകയാണ്. സമീപകാലത്തായി താരത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാനായിട്ടില്ല. കിവികൾക്കെതിരായ പരമ്പരയിൽ 5 മത്സരത്തിൽ നിന്ന് 46 റൺസാണ് സഞ്ജുവിന് ആകെ നേടാനായത്. ഇപ്പോഴിതാ ലോകകപ്പിന് മുമ്പ് സഞ്ജുവിന് തിരിച്ചു വരാൻ അവസാന അവസരം ഒരുങ്ങിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സന്നാഹ മത്സരത്തിൽ സഞ്ജു സാംസൺ കളിക്കുമെന്നാണ് വിവരം. ഓപ്പണർ റോളിൽ തന്നെ സഞ്ജുവിനെ കളിപ്പിക്കാനാണ് നീക്കം. ഓപ്പണിംഗിൽ നിർണായകമായ പരീക്ഷണമാണ് സന്നാഹ മത്സരത്തിൽ ഇന്ത്യ നടത്താൻ പോകുന്നത്. നിലവിലെ 1-ാം നമ്പർ T20 ബാറ്റ്സ്മാനും പ്രധാന ഓപ്പണറുമായ അഭിഷേക് ശർമ്മയ്ക്ക് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വിശ്രമം നൽകിയേക്കും. അഭിഷേകിന് വിശ്രമം നൽകുമ്പോൾ സഞ്ജു സാംസണും ഇഷാൻ കിഷനും ചേർന്നാവും ഓപ്പണിംഗിലേക്ക് എത്തുക. അങ്ങനെ വരുമ്പോൾ സഞ്ജു സാംസണ് തിരിച്ചു വരാനുള്ള നിർണായക പോരാട്ടമായി ഇത് മാറും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 3 സെഞ്ചുറികൾ അവരുടെ തട്ടകത്തിൽ നേടിയ താരമാണ് സഞ്ജു സാംസൺ. സമീപകാലത്തായി സഞ്ജു സാംസണെ സമ്മർദ്ദം ബാധിച്ചിട്ടുണ്ടെങ്കിലും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇറങ്ങുമ്പോൾ സഞ്ജുവിന് വലിയ ആത്മവിശ്വാസമുണ്ടാവും. ഇത് മുതലാക്കി തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ലോകകപ്പിൽ സഞ്ജുവിന് അവസരം ലഭിക്കുമെങ്കിലും അതിനുശേഷം സഞ്ജു ടീമിൽ നിന്ന് തഴയപ്പെട്ടേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സഞ്ജു പോയാൽ പകരം ആരാകും ഇന്ത്യയുടെ ഓപ്പണിംഗ് റോളിലേക്ക് എത്തുകയെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 4 വമ്പൻ പേരുകളാണ് ഈ പട്ടികയിലുള്ളത്. 1-ാമത്തെ പേര് ശുഭ്മാൻ ഗില്ലിൻ്റെതാണ്. ടെസ്റ്റ് ഏകദിന ടീമുകളുടെ നായകനായ ഗിൽ സൂര്യകുമാർ യാദവിന് ശേഷം T20 നായക സ്ഥാനത്തേക്കും പരിഗണിക്കപ്പെടുന്ന താരമാണ്. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഒരു വലങ്കൈൻ ഓപ്പണറായി ഗിൽ തിരിച്ചെത്താൻ സാധ്യതയേറെയാണ്. ഇന്ത്യ ഓപ്പൺ റോളിലേക്ക് ഇതിനോടകം തന്നെ ഗില്ലിനെ പരിഗണിച്ചിരുന്നു. എന്നാൽ ഫോമിലേക്ക് എത്താനാവാതെ വന്നതോടെ ഗില്ലിനെ തഴയുകയായിരുന്നു. ടെസ്റ്റ് ഏകദിന ടീം നായകനെ ഗില്ലിന് ഓപ്പൺ റോളിൽ T20 തിരികെ വിളി ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. സൂര്യകുമാർ യാദവിന് ശേഷം T20 നായകനായി തന്നെ ഗില്ലിനെ പരിഗണിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഗില്ലിന് വരുന്ന IPL-ൽ ഗുജറാത്തിന്റെ നായകനായി തിളങ്ങാനായാൽ തിരിച്ചറിവ് പ്രയാസമാവില്ല. എന്തായാലും സഞ്ജുവിനെ തഴഞ്ഞാൽ ആ റോളിലേക്ക് ഗിൽ എത്താനാണ് നിലവിൽ കൂടുതൽ സാധ്യതയുള്ളത്. രണ്ടാമനായി വരുന്നത് വെടിക്കെട്ട് താരം SC ജയ്സ്വാളാണ്. പവർ പ്ലേയിൽ അടിച്ചു തകർക്കുന്ന ജയ്സ്വാളിനെ തഴയുന്നത് അനീതിയാണെന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട്. IPL-ലെ മികവ് ജയ്സ്വാളിനെ ടീമിലേക്കുള്ള വഴി എളുപ്പമാക്കും. 36 മുകളിലാണ് അദ്ദേഹത്തിന്റെ ശരാശരി. പവർ പ്ലേയിൽ അടിച്ചു തകർക്കുന്ന ജയ്സ്വാൾ IPL-ൽ രാജസ്ഥാൻ റോയൽസിനായും ഗംഭീര പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ ഋതുരാജ് ഗെയ്ക്വാദാണ് പട്ടികയിലെ 3-ാമൻ. ഋതുരാജിനെ ഇന്ത്യ T20 തിരികെ വിളിക്കാനുള്ള സാധ്യതകൾ ഇനിയുമുണ്ട്. എന്നാൽ എല്ലാവരെയും ഞെട്ടിക്കുന്നത് യുവതാരം വൈഭവ് സൂര്യവംശിയുടെ പേരാണ്. 14-ാം വയസ്സിൽ IPL-ൽ ഇറങ്ങിയേറിയ ഈ ഇടങ്കയ്യൻ അത്ഭുതം രാജസ്ഥാൻ റോയൽസിനായി തിളങ്ങിയാൽ ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ സാധ്യത ഏറെയാണ്. വരുന്ന മാർച്ചിൽ ICC നിയമം അനുസരിച്ച് ഇന്ത്യക്കായി കളിക്കാനുള്ള 15 വയസ്സ് വൈഭവിന് പൂർത്തിയാവും. അണ്ടർ-19 ക്രിക്കറ്റിൽ തകർത്തെടുക്കുന്ന വൈഭവ് രാജസ്ഥാൻ റോയൽസിനൊപ്പം മികവ് ആവർത്തിക്കാനായാൽ ഇന്ത്യൻ ടീമിലേക്ക് അവസരം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിലവിൽ ലോകകപ്പ് ടീമിലുള്ള ഇഷാന് മികവ് തുടർന്നാൽ അഭിഷേകിനൊപ്പം സ്ഥാനം ഉറപ്പിക്കാനും കഴിയും. ലോകകപ്പിന് ശേഷം സഞ്ജുവിന്റെ കരിയർ എങ്ങോട്ട് തിരിയുമെന്ന് കണ്ടു തന്നെ അറിയണം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.